ലോർഡ്. ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ആശ്രയ ടി വിയിലൂടെ ഈ നല്ല നിമിഷത്തിൽ ഞങ്ങളെ ഈ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. ജീവൻ്റെ വഴി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഞാൻ ക്രിസ്തുവിൽ ഒത്തിരി സന്തോഷിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ സ്നേഹവും യേശുവിനോടുള്ള കരുതലുകളുമെല്ലാം നാം എല്ലാവരും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുന്ന വളരെ ആഴമേറിയ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, ഒന്നു ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ വന്ന പ്രത്യേകമായ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ ഒരാത്മീക പോരാളി എന്ന പോലെ ഫിലിപ്പിയിലുള്ള ദൈവവിശ്വാസികൾക്ക്, ലോകമെമ്പാടുമുള്ള സകല ദൈവവിശ്വാസികൾക്കും ആത്മാവിൽ അവരെ ബലപ്പെടുത്തുവാൻ കൈമാറിയ ശക്തമായ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ഈ സന്ദേശം ഈ കാലഘട്ടത്തിലെ ഒരു കൂട്ടം അഭിഷക്ത തലമുറകൾക്ക് അത് പ്രയോജനമുള്ളതായി മാറുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഫിലിപ്പിയ സഭ എന്ന് പറയുന്ന ജനം പൗലോസ് അപ്പോസ്തലൻ്റെ മിഷണറി യാത്രയിൽ അവർ ഏറ്റവും കൂടുതൽ ശുശ്രൂഷകളിൽ പൗലോസ് അപ്പോസ്തലനെ കൈത്താങ്ങൽ കൊടുത്തൊരു സഭയാണ് ഫിലിപ്പിയ സഭ. ആ സഭയോടുള്ള ഒരു നന്ദി സൂചകമായി ആ സഭയെ അവർക്ക് കൊടുത്തയച്ചിരിക്കുന്ന അവർ ചെയ്ത ആ നന്മകളെക്കുറിച്ച് ഓർത്ത് അവരോടുള്ള നന്ദി സൂചകമായിട്ടും രണ്ടവരെ ആത്മാവിൽ ഒരിക്കൽ കൂടെ ക്രിസ്തു എന്ന മാർമിക മർമ്മത്തിൻ്റെ അടിസ്ഥാനങ്ങൾക്കകത്തേക്ക് ഒരു ഉറപ്പിക്കുകയും ചെയ്യുന്ന കരുത്തറ്റ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത്. 3-ാം അധ്യായത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, പൗലോസ് അപ്പോസ്തലൻ ഈ സഭയെ ഓർമ്മിപ്പിക്കുകയാണ്, ഒന്നു ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. പ്രിയരേ, ഈ ഭൂമിയിൽ ഈ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ നമുക്ക് കടന്നു വരാം, നിരവധി വേദനകൾ കടന്നു വരാം, നിരവധി കഷ്ടതകൾ കടന്നു വരാം. ഈ കഷ്ടതകൾ ജീവിതത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. കഷ്ടതകൾ ഒരിക്കലും ജീവിതത്തിൻ്റെ അവസാനമല്ല. കഷ്ടതകൾ ജീവിതത്തിൽ ഒരിക്കലും അത് ഒന്നിൻ്റെയും അവസാനമല്ല. കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് പെരുകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആ കഷ്ടതകൾക്കപ്പുറത്ത് ദൈവത്തിന് എന്തോ വലിയ പദ്ധതിയുണ്ട്. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദര, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങൾക്കകത്ത് നിങ്ങൾ പ്രയാസപ്പെട്ടിരിപ്പുണ്ടോ? ആരും നിങ്ങളെ സഹായിക്കാനില്ലാതെ, ആരും നിങ്ങളെ ചേർത്ത് പിടിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല യാത്രകൾ എവിടെയെങ്കിലും വഴിമുടക്കിയിട്ടുണ്ടോ? എങ്കിൽ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ഒരു മനുഷ്യൻ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നും ജനിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനൊരു യാത്രയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ചേർത്ത പദം പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറക്കുന്നു, മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. അപ്പോൾ ഇതൊരു ഓട്ടക്കളമായിട്ടാണ് പറയുന്നത്. ഇതൊരു കായികമായിട്ടുള്ള മേഖലകൾക്കകത്തേക്ക് പൗലോസ് അപ്പോസ്തലൻ ജീവിതത്തെ കൊണ്ടുവരികയാണ്. എന്ന് പറഞ്ഞാൽ ജീവിതം നാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന നിരവധി മേഖലകളുണ്ട്. ജീവിതമാകുന്ന യാത്രകളെ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ കഴിയാതെ ആ ലക്ഷ്യസ്ഥാനത്തിൽ നിന്നും നമ്മളെ മാറ്റിക്കളയുന്ന, നമ്മെ ട്രാക്ക് വെട്ടിച്ചു മാറ്റുന്ന നിരവധി മേഖലകളുണ്ട്. അതിലൊന്നാണ് പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നത്, ഒന്ന് ഞാൻ നിരൂപിക്കുന്നു.
എന്താണ് ഞാൻ നിരൂപിക്കുന്നത്? എന്താണ് ഞാൻ ഓർക്കുന്നത്? ഞാൻ ഒന്ന് നിരൂപിക്കുന്നു, ഞാൻ പിൻപിലുള്ളത് മറക്കുന്നു. ആമേൻ. ഈ പകലിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ, ഈ മീഡിയയിലൂടെ നിങ്ങൾ സന്ദേശം കേൾക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ ചിലതിനെ മറക്കുക. ആമേൻ. മറക്കേണ്ടതിനെ മറന്നിട്ടോടുക. എന്താണ് നമുക്ക് മറക്കാൻ കഴിയാത്തത്? നമ്മുടെ ജീവിതത്തിൻ്റെ ഓട്ടങ്ങളെ സ്ഥിരതയോടെ ഓടുവാൻ കഴിയാതെ ആ ഓട്ടങ്ങൾക്കകത്ത് നിരാശകൾ കൊണ്ടുവരുന്ന ഏതൊക്കെയോ ചില ഓർമ്മ മേഖലകൾ, പഴയ ദുഃഖത്തിൻ്റെ മേഖലകൾ, ആരൊക്കെയോ പറഞ്ഞ ചില വാക്കുകൾ, ആരൊക്കെയോ പറഞ്ഞ ചില വേദനകൾ ഇപ്പോഴും നീറി ഹൃദയത്തിൻ്റെ അകത്ത് കിടന്ന് ആ ഓർമ്മകൾ നിങ്ങളുടെ നല്ല ഓട്ടത്തെ നനച്ചു കളയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, മറക്കുക, മറക്കുക, മറക്കുക. പിൻപിലുള്ളതിനെ മറക്കുക. ഇന്നലത്തെ കഷ്ടതകളെ മറക്കുക. ഇന്നലത്തെ വേദനകളെ മറക്കുക. ഇന്നലത്തെ ദുഃഖങ്ങളെ മറക്കുക. ഇന്നലത്തെ നെടിവീർപ്പുകളെ മറക്കുക. അങ്ങനെ നിങ്ങൾ മറക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആമേൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ വളരെ ശക്തമായൊരു വാക്കുണ്ട്. 12-ന്റെ 1-ാമത്തെ വാക്യം, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആമേൻ. ഇവിടെ വീണ്ടും പറയുകയാണ്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അപ്പോൾ വീണ്ടും പറയുകയാണ് അടുത്ത പദം, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ ഒന്ന്, നമ്മുടെ ഓട്ടത്തെ പിറകോട്ട് വലിക്കുന്ന ഒന്നാമത്തെ മേഖല ചിലതിനെ മറക്കണം. 2, സകല ഭാരം മുറുകെ പറ്റുന്ന പാപം. അപ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് നമുക്കെത്തുവാൻ കഴിയാതെ ഈ വച്ചിരിക്കുന്ന ഈ അതിമഹത്വകരമായ ദൈവരാജ്യത്തിൻ്റെ പദ്ധതികൾക്കകത്തേക്ക്, ദൈവം വച്ചിരിക്കുന്ന അതിമഹത്വകരമായ ആ ദൈവരാജ്യത്തിൻ്റെ സമ്പത്തിലേക്ക്, ഒന്നും കൂടെ തെളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ ദർശനങ്ങൾക്കകത്തേക്ക്, നിങ്ങളുടെ വെളിപ്പാടുകൾക്കകത്തേക്ക്, ആ വഴികളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എവിടെയോ നിങ്ങളെ പിന്തുടർന്നു വരുന്ന ഏതൊക്കെയോ ചില സ്വാധീനങ്ങളുണ്ട്. ആമേൻ. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ചിലതിനെ വിട്ടോടുക, ചിലതിനെ മറന്നോടുക, ചിലതിനെ ഉപേക്ഷിക്കുക. ആമേൻ. പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് മുന്നേറാൻ കഴിയാത്തതിൻ്റെ കാരണം ചിലതിനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല, ചിലതിനെ നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല, ചില മേഖലകളെ നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. നമ്മളെ അത് വീണ്ടും വീണ്ടും പിന്തുടരുന്നു. നാം അറിയാതെ അതിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. നാം അറിയാതെ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ സമയം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നൊരു പദം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഓടാൻ കഴിയാത്തതിൻ്റെ കാരണം, നിങ്ങളുടെ ഓട്ടത്തിൽ നിങ്ങൾ മടുക്കുന്നതിൻ്റെ കാരണം, ഒരു ശുശ്രൂഷകളിൽ നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ, പഴയതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പഴയതുപോലെ ആരാധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പഴയതുപോലെ പാടാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ അകത്ത് നിരാശകളുണ്ടെങ്കിൽ, ആ കുടുംബജീവിതത്തിൻ്റെ നല്ല മേഖലകൾക്കകത്ത് നല്ല വഴികളിലൂടെ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ, അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മുറുകെ പറ്റുന്ന എന്തോ ഉണ്ട്. അപ്പോൾ വചനം പറയുകയാണ്, സകല ഭാരം വിട്ടോടണം. എന്താ ഈ ഭാരം? നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ മനുഷ്യരാണ്, നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമുക്ക് നിരവധി ഭാരങ്ങളുണ്ടാകും. പല മേഖലകളെക്കുറിച്ചുള്ള ആവലാതികളുണ്ടാകും, നമ്മുടെ ചിന്തകൾക്കകത്തുണ്ടാകും. ആമേൻ. ചിലപ്പോൾ ചില ആരൊക്കെയോ നമ്മളോട് ചെയ്ത ചില പ്രവൃത്തികൾ,
അത് ചെറുതായിക്കൊള്ളട്ടെ, അത് വലുതായിക്കൊള്ളട്ടെ. ചിലർ നമ്മളോട് കാണിച്ച അവരുടെ സംസാരങ്ങളിൽ നിന്നും, അവരുടെ നോട്ടങ്ങളിൽ നിന്നും, അവരുടെ പ്രവൃത്തികളിൽ നിന്നും നമുക്ക് വന്ന ചില വേദനകൾ 10 വർഷം പിറകിലോട്ടും 5 വർഷം പിറകിലോട്ടും കഴിഞ്ഞ നാളുകളിൽ ആരൊക്കെയോ പറഞ്ഞ വാക്കുകളും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇപ്പോഴൊരു ഭാരമായിട്ട് നമ്മൾ വെച്ചിരിക്കുക. വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ക്ഷമിക്കാനും പൊറുക്കാനും. പക്ഷെ പലപ്പോഴും നമുക്കതിന് കഴിയുന്നില്ല. നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, നമുക്ക് പൊറുക്കാൻ കഴിയുന്നില്ല. എന്താണതിൻ്റെ കാരണം? ഇന്നു പകൽ ഞാൻ ആത്മാവിൽ ഈ സമയം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു, പ്രിയ സഹോദര, ഈ സമയം, ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിങ്ങൾക്കൊരു ഭാരമായി നിൽക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സന്ദേശം ആ വിഷയത്തിൻ്റെ അകത്തു നിന്നും നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു. വിട്ടുകളയുക. യേശു കാണിച്ച മാതൃക പ്രകാരമുള്ള ജീവിതം മുൻപോട്ട് നയിക്കുക. സഹോദരനെ സ്നേഹിക്കുക. ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾക്കകത്തു നിന്നും നിങ്ങൾ പുറകോട്ട് മാറുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ്, സകല ഭാരം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നത് പാപത്തിലേക്ക്. ആമേൻ. ഈ പാപം നമ്മുടെ ജീവിതത്തിലെ നല്ല പ്രയാണങ്ങൾക്കകത്തു നിന്നും നമ്മളെ പുറകോട്ട് വലിക്കുന്നു. പാപം നമ്മളിൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അശുദ്ധി വെളിപ്പെടുന്നു. അശുദ്ധി നമ്മളിൽ വെളിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മളിൽ നഷ്ടപ്പെടുന്നു. ആമേൻ. ഈ ദൈവവിശുദ്ധി നമ്മളിൽ നഷ്ടപ്പെടുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മളിൽ നിന്ന് മാറുന്നു. അങ്ങനെ ആ ബന്ധം നമ്മളിൽ നിന്ന് മാറുമ്പോൾ സാത്താനിക മേഖലകൾ നമ്മുടെ ജീവിതത്തെ മുഴുവനും കർത്തൃത്വങ്ങൾ ഏറ്റെടുക്കുന്നു. പിന്നെ നമുക്ക് ഓടാൻ കഴിയുന്നില്ല, പഴയതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. എല്ലാത്തിനും ദേഷ്യം, എല്ലാത്തിനും കോപം, വീട്ടിൽ പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, തലമുറയോട് പ്രശ്നങ്ങൾ, ജീവിതത്തിൽ സമാധാനമില്ല, ജീവിതത്തിൽ സന്തോഷമില്ല, പഴയതുപോലെ ഓടിക്കയറുവാൻ കഴിയുന്നില്ല, കാലുകൾ കുഴയുന്നത് പോലെ തോന്നുന്നു. ചിലപ്പോൾ ഞാൻ വീണു പോകുമോ എന്നുള്ള ഭയം, ചിലപ്പോൾ മരണത്തിൻ്റെ ഭയം, നിരാശകൾ. എന്താണിതിൻ്റെ കാരണം? വിശുദ്ധ ബൈബിൾ പറയുന്നു, എന്തോ നിന്നെ അകറ്റുന്ന, എന്തോ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ഏതോ വലിയൊരു ഭാരം നിൻ്റെ അകത്തുണ്ട്. ആ ഭാരം നിന്നിൽ പരിണമിച്ച് അത് പാപമായി മാറുകയാണ്. ആമേൻ. അപ്പോൾ ഈ 2 മേഖലകളെ വേണം വിട്ട് നിങ്ങൾ മുൻപോട്ട് ഓടുവാൻ. നിങ്ങൾ അങ്ങനെ ഓടുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തൊരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് നിങ്ങൾക്ക് കയറുവാൻ കഴിയും. നിങ്ങൾ പരാജയപ്പെടത്തില്ല, നിങ്ങൾ വീണു പോകത്തില്ല. ആമേൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ചില മേഖലകളെ നമുക്ക് ജയിക്കുവാൻ കഴിയത്തില്ല, ചില മേഖലകളെ നമുക്ക് ഓവർകം ചെയ്യുവാൻ കഴിയത്തില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ജയിക്കുവാൻ കഴിയാത്ത മേഖലകളുണ്ടെങ്കിൽ, ജയിക്കുവാൻ കഴിയാൻ പറ്റാത്ത പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് എങ്കിൽ ഈ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ വചനം നിങ്ങളെ ജയിക്കുവാൻ, ആ വിഷയത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓവർകം ചെയ്യുവാൻ ഈ വചനം നിങ്ങൾക്ക് സഹായമാകും. അതേ അധ്യായം, അതേ വാക്യത്തിൻ്റെ അടുത്ത വാക്ക് പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തിയവനുമായ യേശുവിനെ നോക്കുക. ആമേൻ. അതേ പ്രിയരെ, യേശുവിനെ നോക്കുക. നിൻ്റെ കാലുകൾ ഇടറുന്നുണ്ടെങ്കിൽ, നിനക്ക് ഓടി മുന്നേറുവാൻ കഴിയത്തില്ലെങ്കിൽ, നീ ഒരു പരാജയത്തിൻ്റെ പടിക്കുഴിയിൽക്കകത്തേക്ക് നിൻ്റെ ജീവിതം പോകുന്നുണ്ടെങ്കിൽ, നിൻ്റെ വഴി മാറിയാണ് നീ സഞ്ചരിക്കുന്നത്, വഴിവിട്ടൊരു ജീവിതത്തിലേക്കാണ് നീ പോകുന്നത്, ചുറ്റും നിരാശകൾ, ചുറ്റും വേദനാജനകമായിട്ടുള്ള മേഖലകൾ, എന്തു ചെയ്യണമെന്നറിയാതെ ഹൃദയത്തിൽ ആവലാതിയോടെ നിരാശയുടെ പടവുകൾക്കകത്ത് ഈ പകലിലിരിക്കുന്ന പ്രിയ സഹോദര, നീ യേശുവിനെ നോക്ക്. പൂർത്തി വരിച്ച ഒരുവനുണ്ട്, ഇതിനെല്ലാം ജയിച്ച ഒരുവനുണ്ട്, പാപത്തെ തോൽപ്പിച്ചൊരുവനുണ്ട്, മരണത്തെ തോൽപ്പിച്ചൊരുവനുണ്ട്, സകലതിനെയും ഓടിത്തോൽപ്പിച്ചൊരുവനുണ്ട്. നീ അവൻ്റെ കാലടികൾ, അവൻ്റെ പാതകൾ നാം പിന്തുടർന്നാൽ
ജീവിതത്തിൽ ഒരിക്കലും നാം നിരാശപ്പെടത്തില്ല. അവൻ കാണിച്ചു തന്ന ആ മാതൃക പ്രകാരം നമ്മുടെ ജീവിതം നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നാം പരാജയപ്പെടത്തില്ല. ഈ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയ സ്നേഹിത, എൻ്റെ പ്രിയ സഹോദര, ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക. യേശുവുണ്ട് നിങ്ങളുടെ കൂടെ. ജയിച്ച ഒരുവനുണ്ട്. അവൻ പരാജയപ്പെട്ട ദൈവമല്ല, അവൻ സകലതിനെയും ജയിച്ച ദൈവമാണ്. അതുകൊണ്ട് പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തിയവനുമായ യേശുവിനെ നോക്കുക. അടുത്ത വാക്ക്, തൻ്റെ മുൻപിൽ വച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. മേൻ. അപ്പോൾ നിങ്ങൾക്ക് കഴിയത്തില്ലേ? നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയത്തില്ലേ? നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാൻ കഴിയുന്നില്ലേ? എങ്ങനെ കഴിയും? ഒരൊറ്റ വാക്ക് പറയുകയാണ്, ഇതിനെയൊക്കെ സഹിക്കുകയും ഇതിനെയൊക്കെ ജയിക്കുകയും ചെയ്ത ഒരുവനുണ്ട്, അവനെ നിങ്ങൾ ഹൃദയത്തിൽ ധ്യാനിക്കുക. മേൻ. അതുകൊണ്ടല്ലേ പറയുന്നേ, മറ്റൊരുവനിലും രക്ഷയില്ല. നാം ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുവിൻ്റെ നാമമാണ്. നിങ്ങൾ ജീവിതത്തിൻ്റെ അകത്ത് ഏത് മേഖലകളിലായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് മനുഷ്യനായിക്കൊള്ളട്ടെ, ഏത് കുലത്തിൽ ജനിച്ച ആളായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് സംസ്കാരങ്ങളിൽ വളർന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് ഭാഷക്കാരനായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് കഴിയത്തില്ലേ? നിങ്ങൾക്ക് ഓടാൻ പറ്റുന്നില്ലേ? നിങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകാൻ കഴിയുന്നില്ലേ? അങ്ങനെയെങ്കിൽ വചനം പറയുന്നു, നിങ്ങൾ യേശുവിനെ ഒന്ന് ധ്യാനിക്കുക. ഹൃദയത്തിലൊന്ന് പറ, കർത്താവ്, ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു, ഞാൻ അങ്ങ് ധ്യാനിക്കുന്നു. നിങ്ങളങ്ങനെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് യാത്ര ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറും. യെസ്, നിങ്ങളുടെ ലൈഫ് മാറും. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ജീവിതം മടക്കി വരും. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സമാധാനം മടക്കി വരും. നിൻ്റെ കാലുകൾക്ക് അവൻ കരുത്തേകും. നിൻ്റെ ശരീരത്തിന് അവൻ ബലമേകും. നിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹം പ്രാപിക്കും. നിൻ്റെ മക്കളുടെ എഡ്യൂക്കേഷനുകൾ അനുഗ്രഹം പ്രാപിക്കും. സമ്പത്തുകൾ നിന്നെ തേടി വരും. നിൻ്റെ വൈഫ് അനുഗ്രഹം പ്രാപിക്കും. ഇല്ല, നിനക്ക് ജോലിയാണ് പ്രശ്നം, കർത്താവ് നിനക്ക് ജോലി തരും. അതിനുള്ള വഴികളും മുഖാന്തരങ്ങളും ഒരുക്കും. നീ ഇരിക്കുന്ന ഇടത്ത് നിന്നെ തേടി ആ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും വരും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നീ യേശുവിനെ വിശ്വസിക്കുക, യേശുവിനെ ധ്യാനിക്കുക. ഒറ്റ വാക്ക്, കർത്താവ്, എന്നെക്കൊണ്ട് കഴിയില്ല, ഞാൻ പരാജയപ്പെട്ടവനാണ്. എവിടെയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് പാപം? മറച്ചു വച്ചിരിക്കുന്ന പാപങ്ങളുണ്ടോ? ഇപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെന്ന വ്യക്തി എനിക്കറിയത്തില്ല. എവിടെയോ നിങ്ങൾ ഏതോ വീട്ടിലിരുന്നു കൊണ്ടായിരിക്കും കേൾക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിലായിരിക്കും ഇത് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ഭാര്യയോട് പറയാത്ത, നിൻ്റെ സുഹൃത്തിനോട് പറയാത്ത, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും അറിയാത്ത ഒരു രഹസ്യ പാപം നിന്നിലില്ലേ? ഒരു രഹസ്യ പാപത്തിന് നീ അടിമയല്ലേ? ആർക്കും പറയാത്തൊരു വീക്കൻസ് നിന്നിലില്ലേ? ഇന്ന് പകലിൽ ആ വീക്കൻസാണ് നിൻ്റെ പരാജയം. ആ വീക്കൻസിനെയാണ് പിശാച് അവകാശം പറയുന്നത്. ഇന്ന് പകലിൽ നിനക്ക് ജയിക്കാൻ കഴിയത്തില്ലെങ്കിൽ ഇന്ന് പകലിൽ നിനക്ക് പറയാം, കർത്താവേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. ആമേൻ. ഈ പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളുടെ പ്രത്യേകത എല്ലാം ഒരു അത്ലറ്റിക്കിനോട് സമപ്പെട്ടാണ്, സാമ്യപ്പെട്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൂടുതലും വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഒന്നും ഞാൻ നിരൂപിക്കുന്നു, പിൻപിലുള്ളത് മറക്കുന്നു, മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട്. ശ്രദ്ധിച്ചേ പദം, പിൻപിലുള്ളത് മറക്കുന്നു, മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട്. ആമേൻ. അതിൻ്റെ അർത്ഥം, എന്നെ പുറകോട്ട് വലിക്കുന്ന എന്തോ ഉണ്ട്, ഞാൻ അതിന് പിടുത്തം കൊടുക്കാതെ എൻ്റെ ബലം മുഴുവനും മുൻപോട്ടോടുവാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. പരമവിളിയുടെ, അതിൻ്റെ അർത്ഥം, എനിക്കൊരു വിളിയുണ്ട്, അതിൻ്റെ വിരുദിനു വേണ്ടി, അതിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി, അതിൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ ഓടുന്നു. അപ്പോൾ ഓടുന്നു എന്ന് പറയുന്ന പദം ഒരു ഓട്ടക്കാരനെ സംബന്ധിച്ച്, ഒരു അത്ലറ്റിക്കിനെ സംബന്ധിച്ച് ഒരു ദിവസം കൊണ്ട് ആരും ഒളിമ്പിക്സിൽ കയറത്തില്ല.
ഒരു ദിവസം കൊണ്ട് ആരും ഗോൾഡ് മെഡൽ മേടിച്ച ചരിത്രമില്ല, ലോക ചരിത്രത്തിലില്ല. പിന്നെ എങ്ങനെയാണ് ഈ മെഡലുകൾ നേടുന്നത്? പിന്നെ എങ്ങനെയാണ് ഈ അവാർഡുകൾ മേടിക്കുന്നത്? എങ്ങനെയാണ് നല്ലൊരു അത്ലറ്റിക്ക് തൻ്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നത്? അതിൻ്റെ പേരാണ് പ്രാക്ടീസ്, നിരന്തരമുള്ള പ്രാക്ടീസ്. നല്ലൊരു അത്ലറ്റിക്ക് അവൻ രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കും, അവനോടി അവൻ ഗ്രൗണ്ടിൽ വരും. അവൻ്റെ ഇവൻ്റ് ഏതാണോ ആ ഇവൻറ്റിനനുസരിച്ച് അവൻ ചെയ്യുന്ന ടാലൻ്റ് ഏതാണോ ആ ടാലൻറ്റിനനുസരിച്ച് അവൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും, അവൻ ഓടാൻ തുടങ്ങും, അവൻ ചാടാൻ തുടങ്ങും. അവൻ്റെ വേഗത, സാധാരണ ഗതിയിലുള്ള ടൈമിങ്ങുകൾ അവൻ നോക്കും. അവൻ അതിനെ മെച്ചപ്പെടുത്തിക്കൊണ്ട് അവൻ ദിനവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവൻ്റെ സമയത്തിൻ്റെ വേഗത വർദ്ധിച്ചോ അത് വർദ്ധിക്കുന്നത് വരെയും അവൻ ദിനം തോറും അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ ഓടിക്കൊണ്ടേയിരിക്കും, അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ നിരന്തരമുള്ള പ്രാക്ടീസ് അവൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുവാൻ തുടങ്ങും. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ അവനിൽ മാറ്റങ്ങൾ കാണാൻ തുടങ്ങുന്നു. പഴയ സമയത്തിൽ നിന്നും ഒരു പുതിയ സമയത്തിലേക്ക് അവൻ കയറി. പിന്നെ അവൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഒരു ജയം മാത്രമല്ല. അവൻ നല്ലൊരു അത്ലറ്റിക്ക് പറയും, സാധാരണ ഒരു ജയം വേണ്ട, എനിക്ക് റെക്കോർഡോടുകൂടിയുള്ള ജയം വേണം. സകലതിൻ്റെ മുൻപിൽ എനിക്ക് ഓടി ജയിക്കണം, സകലതിൻ്റെ മുൻപിൽ എനിക്ക് നിൽക്കണം. ഇങ്ങനെ ഹൃദയത്തിൻ്റെ അകത്ത് ആഗ്രഹമുള്ളവൻ അവൻ ദിനംതോറും കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കും. അതേ പ്രിയരെ, വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് പറ്റത്തില്ലായിരിക്കാം. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒരു പക്ഷേങ്കിൽ ആരെങ്കിലും മദ്യപാനികളായിട്ടുണ്ടെങ്കിൽ, ലോകപ്രകാരം ജീവിക്കുന്നവരുണ്ടെങ്കിൽ, പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്നവരുണ്ടെങ്കിൽ, ഒരു സമാധാനം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ, ചില ബന്ധങ്ങൾക്കകത്തു നിന്ന്, ചില റിലേഷനുകൾക്കകത്തു നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് കഴിയുന്നില്ല. അങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ നിരാശപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങളോടൊരൊറ്റ വാക്ക് പറയുന്നു, സഹോദര, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾക്കതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നിങ്ങൾ പറ, കർത്താവ് എനിക്കൊരു കൃപ തരണമേ, എനിക്കതിനെ ജയിക്കുവാനൊരു കൃപ തരണമേ, എനിക്കതിനെ ഓവർകം ചെയ്യുവാനൊരു കൃപ തരണമേ. നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് കരുത്തേകും. അങ്ങനെ നിങ്ങൾ ദൈവത്തോട് യാചിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും. നിൻ്റെ കാലുകൾക്ക് വേഗത കൂടും, നിൻ്റെ കാലുകൾക്ക് അവൻ ശക്തീകരിക്കപ്പെടും. നിനക്കോടുവാനുള്ള ആത്മീകമായ ബലത്തെ അവൻ നിങ്ങൾക്ക് തരും. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് ഈ സമയത്ത് എന്നോട് കർത്താവ് പറയുന്നു, ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ആമേൻ. പൗലോസ് പറയുന്നു, ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. അടുത്തൊരു വാക്കും കൂടെ പറയുകയാണ്, 16-ാമത്തെ വാക്യം, എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. ശ്രദ്ധിച്ചോ, നാം പ്രാപിച്ചിരിക്കുന്നൊരു പരിജ്ഞാനമുണ്ട്. ആ പരിജ്ഞാനത്തിൽ തന്നെ നാം നടക്കണം. ആ പരിജ്ഞാനം ഏതാണ്? ആ പരിജ്ഞാനം, നാം പ്രാപിച്ച പരിജ്ഞാനത്തെക്കുറിച്ച് എഫേസ്യ ലേഖനം പറയുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അകത്ത് പറയുന്നു, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വ്യാപാരത്താൽ നമ്മിൽ വ്യാപരിക്കുന്ന, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അതേ പൗലോസ് വീണ്ടും പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ഉള്ളതൊക്കെയും പിന്നെ ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിൽ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം നമ്മെ മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പറയുകയാണ്, അവൻ്റെ വിളിയാളുള്ള ആശ നമ്മൾ തിരിച്ചറിയണം. ഇന്ന് പകലിൽ ആ പരിജ്ഞാനത്തിൻ്റെ അകത്തേക്ക് എന്നെ വിളിച്ചതൊരു ദൈവമാണ്, എന്നെ തിരഞ്ഞെടുത്തൊരു ദൈവമാണ്. ആ വിളിക്കകത്ത് നിങ്ങൾ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ, ആ വിളിയെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തകർന്നു പോകത്തില്ല പ്രിയരെ, നിങ്ങൾ വീണു പോകത്തില്ല. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഞാൻ ഇന്നലകളെ മറക്കുന്നു. ഇന്ന് പകലിൽ ഈ സമയത്ത് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയ സ്നേഹിതരെ,
എൻ്റെ പ്രിയ അഭിഷിക്തന്മാരെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, പൗലോസ് പറയുന്നത് പോലെ ഒന്ന് പറയാമോ? ഒന്ന് ഞാൻ നിരൂപിക്കുന്നു, പിൻപിലുള്ളത് മറക്കുന്നു. പരാജയങ്ങളെ മറക്കുക. നിങ്ങൾ ഒരു വലിയ വിജയം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ തകർന്നവരല്ല, നിങ്ങൾ ഉയർച്ച പ്രാപിച്ചവരാണ്. നിങ്ങൾ വീണവരല്ല, നിങ്ങൾ ഉയർച്ച പ്രാപിച്ചവരാണ്. മറക്കുക, ഒരു വലിയ ഓട്ടമുണ്ട്, വലിയൊരു ലക്ഷ്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ആ ലക്ഷ്യത്തിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കും. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ സഹായിക്കുവാൻ ആരുമില്ലെങ്കിൽ സഹായിക്കുവാൻ കരുത്തനായ ഒരുവനുണ്ട്, യേശുവുണ്ട് നിങ്ങളുടെ കൂടെ. ഈ സന്ദേശം നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലാകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒന്നറിയാം, ഈ സന്ദേശം നിങ്ങളുടെ ലൈഫിനെ തിരിക്കുമെന്ന് എനിക്കറിയാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറക്കുക, മുൻപോട്ടോടുക. നിങ്ങൾക്കൊരു വിളിയുണ്ട്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയ ബ്രദറെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അതെ, ഞാൻ പാപത്തിൻ്റെ അടിമത്തത്തിലാണ്, എനിക്കൊന്ന് പുറത്തു വരണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു തീരുമാനമെടുക്കുക. ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നു, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. കർത്താവെ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ഈ ചാനലിലൂടെ, ഈ മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ സമയം ഈ ദൂതുകൾ കേൾക്കുന്ന തകർന്നവർ, ഉടഞ്ഞവർ, പാപത്തിൻ്റെ മേഖലകൾക്കകത്ത് കിടക്കുന്നവർ, അവരുടെ ലൈഫിലേക്ക്, അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു വലിയ വിടുതലും വലിയ അത്ഭുതങ്ങളും സംഭവിക്കേണ്ടതിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു മാനസാന്തരം, വലിയൊരു രൂപാന്തരം, വലിയൊരു വിടുതൽ, വലിയൊരു സൗഖ്യം ഈ ജനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. അവർ സ്വതന്ത്രരാകട്ടെ. അവരുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അവർ ഓടിക്കയറട്ടെ. കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് അവർ ഓടിക്കയറട്ടെ. തലമുറയുടെ ലക്ഷ്യത്തിലേക്ക് അവർ ഓടിക്കയറട്ടെ. നല്ല വിദ്യാഭ്യാസത്തിലേക്ക് ഓടിക്കയറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ. താങ്ക് യു.